ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ചെറിയ ഉള്ളി കൊണ്ട് നമുക്ക് തീയലുണ്ടാക്കാൻ പോവാണ്. തേങ്ങ വറുത്തരച്ച ഉള്ളി തീയൽ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനായിട്ട് ഞാനിവിടെ 250 ഗ്രാം ചെറിയ ഉള്ളി കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പാത്രം വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഒരു മുറി തേങ്ങ ചെരുകിയത് ചേർത്ത് കൊടുത്ത് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പം അത് ഇതേപോലെ തന്നെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം. ഇനി നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതേപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ തേങ്ങ ഇതുപോലെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടത് ഇളക്കി കൊടുക്കാം. നമ്മളിപ്പോൾ ഗ്യാസ് കുറച്ചാണ് വെച്ചിരിക്കുന്നത്, ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇപ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതിന് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നമുക്ക് വെള്ളം ഒട്ടും ചേർക്കാതെ അത് അരച്ചെടുക്കണം. ഒരു ചെറിയ ചൂടോട് വേണം അത് അരയ്ക്കാൻ. അതാകുമ്പോൾ നന്നായിട്ട് എളുപ്പം അരഞ്ഞ് കിട്ടുകയും ചെയ്യും. ഇനിയും ഒരു പാത്രം വെച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് 2 വറ്റൽമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതേപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കണം. അതിനായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 4 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഇത് ഇളക്കി കൊടുക്കാം. ഇളക്കി നന്നായിട്ട് നിന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളം ഒട്ടും ചേർക്കാതാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഇവിടെ കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ അരിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒരു ശകലം വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇത് അടച്ച് വയ്ക്കാം. ഒരു ശകല സമയം ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം നമ്മളിപ്പോൾ അടപ്പൊക്കെ മാറ്റിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഇപ്പോൾ ഇതിൻ്റെ നന്നായിട്ടിത് വറ്റിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ഉള്ളിത്തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.